കോൺഗ്രസ് എംപി ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന പാർട്ടി നേതാവ് പി.ജെ. കുര്യൻ. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയാണ് തരൂർ കോൺഗ്രസിലെത്തിയതെന്നും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നതും ആ ലക്ഷ്യം വെച്ചാണെന്നും പി.ജെ. കുര്യൻ കുറ്റപ്പെടുത്തി. അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ ചൂണ്ടിക്കാണിച്ച് ശശി തരൂർ കഴിഞ്ഞ ദിവസം ലേഖനമെഴുതിയിരുന്നു. കൂടാതെ സമീപകാലത്ത് തരൂർ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും പ്രശംസിച്ചുള്ള പ്രസ്താവനകളുടെയും പശ്ചാത്തലത്തിലാണ് കുര്യന്റെ വിമർശനം. അടിയന്തരാവസ്ഥയെക്കുറിച്ച് തരൂരിന് ഇതാണ് അഭിപ്രായമെങ്കിൽ അദ്ദേഹം എന്തിനാണ് കോൺഗ്രസിൽ ചേർന്നതെന്ന് കുര്യൻ ചോദിച്ചു. കോൺഗ്രസിന്റെ എംപിയും മന്ത്രിയുമായും പ്രവർത്തിച്ചപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞില്ലെന്നും വിമർശനം. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു കമ്മിറ്റിയിലും തരൂർ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞില്ല. കോൺഗ്രസിനോട് ചേർന്ന് നിന്നാൽ അന്ന് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ലഭിക്കും. ഇന്ന് സ്ഥിതി മറിച്ചാണ്. ഇപ്പോൾ വല്ലതും കിട്ടണമെങ്കിൽ മോദിയെ സ്തുതിക്കണം. അതുകൊണ്ടാണ് മോദി സ്തുതി നടത്തുന്നതെന്ന് കുര്യൻ വ്യക്തമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കുര്യന്റെ പ്രതികരണം. നേരത്തെ യൂത്ത് കോൺഗ്രസിനെ ഇകഴ്ത്തിയും SFIയെ പുകഴ്ത്തിയും പി.ജെ. കുര്യൻ രംഗത്തെത്തിയിരുന്നു. ഒരു മണ്ഡലത്തിൽ നേരിട്ടിറങ്ങി 25 ചെറുപ്പക്കാരെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല. SFI ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നുവെന്ന് പി.ജെ. കുര്യൻ പറഞ്ഞു. എതിർ പ്രചരണങ്ങൾക്കിടയിലും CPIM സംഘടനാ സംവിധാനം ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരെ വേദിയിൽ ഇരുത്തിയായിരുന്നു പി.ജെ. കുര്യന്റെ വിമർശനം. കഴിഞ്ഞ തവണ താൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ 3 നിയമസഭാ സീറ്റുകളിൽ UDF ജയിക്കുമായിരുന്നു. ജില്ലയിൽ ആരോടും ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. അടൂർ പ്രകാശ് ഉൾപ്പെടെ അന്നത്തെ KPCC നേതൃത്വം തന്റെ നിർദ്ദേശം അംഗീകരിച്ചില്ല. അതുകൊണ്ട് 5 സീറ്റ് നഷ്ടമായി. ഇത്തവണ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചാൽ അപകടമുണ്ടാകും, പി.ജെ. കുര്യൻ പറഞ്ഞു. പി.ജെ. കുര്യന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: അടിയന്തരാവസ്ഥ സംബന്ധിച്ച് ഏത് അഭിപ്രായം വച്ചു പുലർത്തുവാനും അത് പ്രകടിപ്പിക്കുവാനും ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ ശശി തരൂരിന് എല്ലാ അവകാശങ്ങളുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും രൂക്ഷമായി വിമർശിക്കുന്നു. ഇത്രയും രൂക്ഷമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായമെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ എന്തിനു ചേർന്നു? കോൺഗ്രസിന്റെ എംപിയായും മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു. അന്ന് എന്തുകൊണ്ട് ഈ അഭിപ്രായം കമ്മിറ്റികളിൽ പോലും പറഞ്ഞില്ല? കാരണം വ്യക്തം. കോൺഗ്രസ് അന്ന് ഭരിക്കുന്ന പാർട്ടിയായിരുന്നു. പാർട്ടിയോട് ചേർന്ന് നിന്നാൽ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ലഭിക്കും. ഇന്ന് സ്ഥിതി മറിച്ചാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തും ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലുമാണ്. ഇപ്പോൾ വല്ലതും കിട്ടണമെങ്കിൽ മോദിയെ സ്തുതിക്കണം. ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും അധിക്ഷേപിക്കണം. വിശ്വപൗരന്റെ രാഷ്ട്രീയ നിലവാരവും ആദർശവും കൊള്ളാം. നല്ല മാതൃക തന്നെ, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തുടർച്ചയായ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ മോദി സ്തുതികളുമായി ശശി തരൂർ രംഗത്തെത്തിയത്. ലേഖനത്തിലൂടെയും അല്ലാതെയുമൊക്കെ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന പ്രസ്താവനകളായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് നേതൃത്വം തന്നെ രംഗത്തെത്തിയിരുന്നു.